എന്തട പന്നി. പല്ല് കടിച്ച് നിരത്തിന്ന് നടുവും മുഴുവൻ എണീറ്റുകൊണ്ട് മനോജ് ചൂടായി. ചവിട്ട് നല്ലപോലെ ഏറ്റിട്ടുണ്ട്. ആ ദേഷ്യം അവൻ്റെ മുഖത്ത് കാണാനുണ്ട്. നീ മീരയുടെ അച്ഛൻ്റെ ഓഫീസിൽ പോയിരുന്നു? അവൻ ഇരുത്തി നോക്കിക്കൊണ്ടാണ് അർജുൻ്റെ ചോദ്യം. ഓ, അതായിരുന്നു. മനോജ് ചുണ്ടുകൂട്ടി ബെഡിൽ വന്നിരുന്നു. അപ്പം നീ പോയിരുന്നു? അർജുൻ അവനെ കടുപ്പിച്ച് നോക്കി. ആ, പോവുകയും ചെയ്തു. അയാൾ പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്തു. മനോജ് ശരിക്കങ്ങ് പുച്ഛിച്ചു. എന്ത് പറഞ്ഞെന്ന്? അർജുൻ സ്വരത്തിലൊരു ഗൗരവം കലർത്തിക്കൊണ്ട് തിരക്കി. അങ്ങേരുടെ മോളെ കെട്ടിയ കാരണം കൊണ്ട് നിത്യ കന്യകനാവാൻ വിധിക്കപ്പെട്ടവനാണ് നീയെന്ന്. വിവാഹം കഴിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴും നിനക്ക് അവളെ ഫോൺ ചെയ്ത് സംസാരിക്കാനും പേടിയാണെന്ന് പറഞ്ഞ അയാളുടെ മോളെ എന്ത് ഭാവിച്ചെന്ന് അറിയണ്ടേ? മനോജ് നീരസത്തോടെ പറഞ്ഞു. ഛേ, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയി? അങ്കിൾ എന്ത് വിചാരിച്ചു കാണും? മനോജിന് അരികിലായി ഇരുന്നു കൊണ്ട് അവൻ പറഞ്ഞു. എന്ത് കരുതാൻ, മോൾക്ക് നല്ല ഹുങ്കൂടെന്ന് മനസ്സിലാക്കി കാണും, അത്ര തന്നെ. മനോജിന് പുച്ഛം. അതല്ലടാ, ഞാൻ നിന്നെ വിട്ട് പറയിപ്പിച്ചാണെന്ന് കരുതി കാണില്ലേ? അർജുൻ വല്ലായ്മയോടെ പറഞ്ഞു. അങ്ങനെയൊന്നും കരുതിയില്ല. ഇനി അയാൾ അങ്ങനെ കരുതിയാൽ തന്നെ അതൊരു തെറ്റാണോ? അവൾ ചെയ്യുന്നത് നെറികേടല്ലേ? മനോജ് കൂർപ്പിച്ചെന്ന് നോക്കിയവനെ. അർജുൻ ഒന്നും മിണ്ടിയില്ല. അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പണ്ടും ഇവൻ ഇങ്ങനെയാണ്. തൻ്റെ കാര്യത്തിൽ തനിക്കില്ലാത്ത പ്രശ്നങ്ങളാണ് അവന്. അടുത്ത നിമിഷം അർജുൻ അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. തൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുന്നവളുടെ മുഖം ഒരു കുളിർമയോടെ മനസ്സിൽ തെളിഞ്ഞു. ഹൈ ചേ, എന്തടപ്പില്ല നീ കാണിച്ചേ? മനോജ് തൻ്റെ കവിളിലൊന്ന് അമർത്തി തേച്ചുകൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി. കാര്യം നീ അങ്കിളുടെ ഓഫീസിൽ പോയി പറഞ്ഞത് ഇച്ചിരി കടന്നു പോയെങ്കിലും അതെനിക്കിപ്പോൾ ഉപകാരമായി. മനസ്സിൻ്റെ സന്തോഷം അടക്കാൻ കഴിയാതെ ചിരി തുളുമ്പുന്ന ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എന്തോന്നാ? എന്തോന്നാ? മനോജിന് കാര്യം മനസ്സിലായില്ല. ഇവന് ഭ്രാന്തായെന്നൊരു ഭാവം മനോജിന്. എടാ, നീ പറഞ്ഞത് കേട്ട് പുള്ളി അവളോട് പറഞ്ഞു ഡിവോഴ്സ് കൊടുത്ത് എന്നെ വഴിക്ക് വിടാൻ. അർജുൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? മനോജ് ഞെട്ടിപ്പോയി. ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞെങ്കിലും അർജുന് മീരയോട് ചെറുതല്ലാത്തൊരു ഇഷ്ടമുള്ളത് കൊണ്ട് ഒരു ഡിവോഴ്സ് മനസ്സുകൊണ്ട് അവൻ ആഗ്രഹിച്ചിരുന്നില്ല. എടാ, അത് പിന്നെ അയാൾ നിന്നോട് നിന്റെ അച്ഛനോടൊക്കെയുള്ള സ്നേഹം കൊണ്ട് മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഞാൻ കരുതിയത്. അന്നേരത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞും പോയി. ഡിവോഴ്സ് വേണമെങ്കിൽ അയാളെ പോയി കാണേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. നിനക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഷോ, എന്നിട്ട് അവളെന്താ തീരുമാനിച്ചത്? മനോജിന് ടെൻഷനായി. അർജുന മുഖത്ത് നല്ല ചിരി പിടന്നു. എന്താണ് ഇളിക്കുന്നേ? ഇളിക്കാണ്ട് കാര്യം പറ. അവൻ്റെ മട്ടും ഭാവവും കണ്ടപ്പോൾ തോന്നിയ ആശ്വാസത്തിൽ മനോജ് തിരക്കി. അവൾക്ക് ഡിവോഴ്സ് വേണ്ടെന്ന്. ചത്താലും ഡിവോഴ്സിന് സമ്മതിക്കില്ലെന്ന്. അത് പറയുമ്പോൾ സന്തോഷം കൊണ്ട് ചിരിച്ചു പോയിരുന്നവൻ. ആ സന്തോഷം കണ്ട് മനോജിന്റെ മനസ്സും നിറഞ്ഞു. അയ്യ, എന്താ ഒരു ഇളി! അവന്റെ ചിരി കണ്ട് മനോജ് മുഖം ചുളിച്ചു. എങ്കിലും കൂട്ടുകാരന്റെ സന്തോഷത്തിൽ അവനും സന്തോഷിക്കുന്നുണ്ട്. അല്ല, ഇത്ര നാൾ നിന്നെ അകറ്റിയിരുന്നവള് മഹാദേവൻ സാറിന് ഡിവോഴ്സ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ എന്തിനാ ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞത്? ഈ അവസരം അവൾ ഉപയോഗിക്കേണ്ടതല്ലേ? മനോജിന്റെ സംശയം. അവൾക്ക് എന്നോട് ഇഷ്ടക്കുറൊന്നും ഉണ്ടായി കാണില്ല മനോജെ. അച്ഛൻ്റെ മനത്തിന് കാനക്കാരി അവളാണെന്നൊരു ചിന്ത അവൾക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ ഒരിക്കൽ കല്യാണം കഴിഞ്ഞു പോയി എന്നൊരു അനാവശ്യ ടെൻഷനും എനിക്ക് അവൾ ചേർന്നതല്ല എന്നൊരു ചിന്തയും. അങ്ങനെ എന്തൊക്കെയോ നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ ആയിരിക്കും അവൾക്ക് ചെയ്ത തെറ്റ് മനസ്സിലായത്. മാഹിയെങ്കിൽ കുറേയൊക്കെ കുടഞ്ഞ മട്ടുണ്ട്. ഇപ്പം എപ്പോഴും കണ്ണീരും സങ്കടവും മാപ്പ് പറച്ചിലും എന്നോട് ഇരിച്ചു കയറി അടുക്കാൻ ശ്രമിക്കലൊക്കെയാണ്. ഞാനതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടാ. ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ ജീവിതം തന്നെ മാറി. താങ്ക്സ് ഡാ. കുഞ്ഞൊരു ചിരിയോടെ അർജുൻ പറഞ്ഞു. എന്നിട്ടാണോ പുല്ല് നീ എന്നെ ചവിട്ടിയത്? ചാടി എണീറ്റ് കൊണ്ട് മനോജ് ചൂടായി. അത് പിന്നെ നീ അവളുടെ അച്ഛനോടൊക്കെ പോയി പറഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ അർജുനൊന്ന് തലചൊറിഞ്ഞു. ഞാനിതൊക്കെ പറഞ്ഞു നടക്കുമെന്ന് അവർ ചിന്തിക്കില്ലേ? അർജുൻ അവനെ പാളി നോക്കി. അല്ലടാ, നീ എല്ലാ കാലത്തും അക്കരെ ഇക്കരെയൊന്നും ജീവിച്ചു തീർക്ക്. വാ തുറന്ന് സംസാരിക്കേണ്ടത് സംസാരിക്കുക തന്നെ വേണം. മനോജ് കണ്ണുരുട്ടി. അർജുന് വെറുതെ ചിരിച്ച് കാണിച്ചു. വാ തുറന്ന് കാര്യങ്ങൾ പറയാനും പ്രസംഗങ്ങൾ തീർക്കാൻ ഞാൻ വേണ്ടി വന്നു. അവസാനം എല്ലാം ശരിയാപ്പോ എനിക്കിട്ട് ചവിട്ടും തൊഴിയും മാത്രം ബാക്കി. ആലട പുല്ലേ! മനോജ് പല്ല് കടിച്ചു. നീ ചൂടാവാതെ മനു. എന്തായാലും എല്ലാം കാലങ്ങൾ തെളിഞ്ഞല്ലോ. ഈ സഹായത്തിന് പകരം എന്താ നിനക്ക് ചെയ്യേണ്ടത്? ഞാൻ മനോജിന്റെ കഴുത്തിലൂടെ ലോക്കിട്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അർജുൻ തിരക്കി. എനിക്ക് വേണ്ട നിന്റെ പാരിതോഷിക്കൊന്നും, മാറങ്ങോട്ട്. മനോജ് അവനെ തള്ളി മാറ്റി ഇടഞ്ഞു നിന്നു. നീങ്ങുവാ, നമുക്കൊന്ന് പുറത്തു പോവാം, അർജുൻ പറഞ്ഞു. ഇങ്ങനെയോ? പല്ല് പോലും തേച്ചിട്ടില്ല. സ്വയം നോക്കിക്കൊണ്ട് മനോജ് ദേഷിച്ചു.
ഞാൻ വെയിറ്റ് ചെയ്യാന്നേ, നീ പോയി ഫ്രഷ് ആയിട്ട് പോ. അതും പറഞ്ഞവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. വാടാ വന്നിരിക്ക്, ചൂട് പുട്ടും കടലയുണ്ട്. അവൻ ഹാളിലേക്ക് വന്നു ഉഷ അവനെ കഴിക്കാൻ പിടിച്ചിരുത്തി. അവൻ മടിയൊന്നും കൂടാതെ കഴിക്കാനിരുന്നു. എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ? നിന്റെ പെങ്കൊച്ചിന് സുഖാണോടാ? അവൻ അരികിൽ ഇരുന്നു കൊണ്ട് ഉഷ ചോദിച്ചതും അവൻ അതേന്നും മറുപടി പറഞ്ഞു. അമ്മയെടുക്ക് അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. മോള് ബൂട്ടിക്ക് തുറന്ന വിവരമൊക്കെ പറഞ്ഞായിരുന്നു. ഒരാലോചന വന്നെന്ന് മനു പറഞ്ഞല്ലോ, എന്തായി? അവര് താല്പര്യത്തോടെ തിരക്കി. അവര് നാളെ കാണാൻ വരുന്നു പറഞ്ഞു. നല്ലതാണെങ്കിൽ ആലോചിച്ച് നടത്താന്ന അമ്മക്ക്. അർജുൻ പുട്ടുപൊടിച്ച് ഒരു വശത്ത് നിന്ന് കുഴച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഇവിടെ മനുവിന്റെ കാര്യം അവൻ പറഞ്ഞില്ലേ? ഇത്തവണ കെട്ടിച്ചേ വിടുന്ന എന്റെ വാശിയാ. നല്ല നല്ല ആലോചനകളൊക്കെ വരുന്നുണ്ട്, ഉഷ ഉത്സാഹത്തോടെ പറഞ്ഞു. അതവൻ പറഞ്ഞമ്മേ, ഞങ്ങളൊക്കെ ഇല്ലേ, നല്ലതെന്ന് നോക്കി നമുക്ക് ഈ പ്രാവശ്യം നടത്തിവിടാന്നേ. അതിൽ ടെൻഷനൊന്നും വേണ്ട, അർജുൻ പറഞ്ഞു. അതോട് ഉഷയ്ക്ക് സമാധാനായി. ഭർത്താവ് മരിച്ച ഉഷയ്ക്ക് സ്വന്തമെന്ന് പറയാൻ ആകെയുള്ളത് മനോജാണ്. അവനൊരു കുടുംബമായി കാണണമെന്ന് ഉഷ കുറേയായി ആഗ്രഹിക്കുന്നു. പക്ഷെ ബാധ്യതകളൊക്കെ തീർത്ത് മനോജ് ഇപ്പോഴാണ് ഒരു വിവാഹത്തിന് സമ്മതം മൂളിയത്. ഏത് വിധേനയും ഈ വരവിൽ അവൻ്റെ വിവാഹം നടത്തുന്ന തീരുമാനത്തിലാണ് ഉഷ. അവൻ കാഴ്ചയെഴുന്നേറ്റ് പിന്നെയും കുറച്ചേറെ നേരം കഴിഞ്ഞാണ് മനോജ് ഒരുങ്ങി വന്നത്. ഒരു ചായയും അരക്കുറ്റി പൂട്ടും ധൃതിയിൽ കടിച്ചുകൊണ്ട് അവൻ വേഗം അർജുനൊപ്പം ഇറങ്ങി. അവന്മാരെ കൂടി വിളിക്കാം, അർജുൻ പറഞ്ഞു. മനോജ് അവനെ അടിമുടി ഒന്ന് നോക്കി. എന്താടാ, ഭാര്യ അടുപ്പം കാണിച്ചു തുടങ്ങിയതിൻ്റെ ട്രീറ്റാണോ? മനോജ് ചോദിച്ചു. അർജുനൊരു കള്ളച്ചിരിയോടെ അത് നിഷേധിച്ച് കളഞ്ഞു. അവള് തെറ്റ് മനസ്സിലാക്കി വന്നതൊക്കെ നല്ലത് തന്നെ. എന്ന് കരുതി അവള് വന്ന് മുന്നിൽ നിൽക്കുമ്പോഴേ അങ്ങ് ഇളിച്ചോടും നേക്കരുത്. കുറച്ചൊന്നുമല്ല, 2 വർഷം അവൾ നിന്നെ വെള്ളം കുടിപ്പിച്ചത്. കുറച്ച് നാളൊക്കെ അവളൊന്ന് വിഷമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, മനോജ് അവനോട് ഗൗരവത്തോടെ പറഞ്ഞു. അർജുൻ അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. ദിയ ഫ്രണ്ട്സുമായി ക്യാൻറ്റീനിലേക്ക് നടക്കുമ്പോഴാണ് തടസ്സമായി ആദിത്യൻ സാറ് വന്ന് മുന്നിൽ നിന്നത്. അയാളെ കണ്ടത് ദിയയുടെ മുഖം ഇരുണ്ടു. ദിയ, കം വിത്ത് മീ, അയാൾ പറഞ്ഞെന്ന് സുഹൃത്തുക്കൾ പരസ്പരം നോക്കി. കല്യാണാലോചനയുടെ കാര്യം കൃതി അവരോട് പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ ചെല്ലുന്ന മട്ടിൽ കണ്ണു കാണിച്ചു. അത്ര താല്പര്യത്തോടല്ലെങ്കിലും ദിയ ആദിത്യന്റെ പിന്നാലെ ചെന്നു. ഞാൻ ഇന്ന് രാവിലെ തൻ്റെ വീട്ടിൽ വന്നിരുന്നു. അമ്മയോടൊരു കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അമ്മക്ക് താല്പര്യമുള്ളതായി തോന്നി. തന്നെ ശല്യം ചെയ്യരുതെന്നാ കരുതിയത്. പക്ഷേ തൻ്റെ മനസ്സറിയാതെ ഒരു സമാധാനമല്ലടോ, അതാ ഞാൻ. ആദിത്യൻ്റെ അല്പം പരിഭ്രമത്തോടെയാണെങ്കിലും കാര്യം പറഞ്ഞു. സോറി സർ, എനിക്ക് താല്പര്യമില്ല. ഈ പേര് പറഞ്ഞ് സാറിൻ്റെ വീട്ടിലേക്ക് വരരുത്. ഞാനിപ്പോൾ ഒരു വിവാദത്തിന് റെഡിയല്ല. സോ പ്ലീസ് ബുദ്ധിമുട്ടിക്കരുത്. അവൾ എടുത്തടിച്ചതുപോലെ പറഞ്ഞത് അയാൾക്കൊരു ക്ഷീണമായി പോയി. ദേഷ്യം വന്നെങ്കിലും സംയമനം പാലിച്ചു നിന്നു. അതെന്താ, തനിക്ക് വേറെ വല്ല അഫെയറുണ്ടോ? ഒട്ടും ആലോചിക്കാതെ തന്നെ ആദിത്യൻ തിരക്കി. അതൊക്കെ സാറ് അന്വേഷിക്കുന്നത് എന്തിനാ? അതറിഞ്ഞാലേ പിന്മാറുന്നാണെങ്കിൽ ഓക്കെ. എനിക്കൊരു അഫെയറുണ്ട്. അത് കുറച്ചു കാലമായി തുടങ്ങിയിട്ട്. കല്യാണം കഴിക്കുന്നെങ്കിൽ അയാളെ മാത്രമേ കല്യാണം കഴിക്കൂ. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ സാറിന്? അവൾ കരുതി കൂടി തന്നെയാണ് അത്രയും പരുഷമായി പെരുമാറിയത്. മറുപടിയൊന്നും പറയാതെ ആദിത്യൻ അവൾക്ക് പാഞ്ഞുപോയി. ഇതൊക്കെ ശ്രദ്ധിച്ച് നിന്ന് അവളുടെ ഫ്രണ്ട്സ് തിടുക്കത്തിൽ അവൾക്ക് അടുത്തേക്ക് വന്നു. നീ എന്ത് മണ്ടത്തരായി കാണിച്ചേ? ഇനി അയാളെ കാണി നിന്റെ അമ്മയെ വിളിച്ച് പറഞ്ഞാൽ എല്ലാം തീർന്നില്ലേ? ഫ്രണ്ട്സിന്റെ ആശങ്ക അവൾ അവഗണിക്കുകയാണ് ചെയ്തത്. അറിയണം, അത് തന്നെയാണ് എനിക്കും വേണ്ടത്. ഇനി കല്യാണം കളവാണെന്നൊക്കെ പറഞ്ഞ് ടോർച്ച് ചെയ്യില്ലല്ലോ, അവൾ അമർഷത്തോടെ പറഞ്ഞു. രാവിലെക്കാരും അമ്മ പറഞ്ഞപ്പോൾ തന്നെ അവൾ എതിർത്തതാണ്. അപ്പൊ തന്റെ സമ്മതം ആവശ്യമില്ലെന്നും അവർക്ക് ഇഷ്ടപ്പെട്ടാൽ നടത്തുമെന്നുള്ള മധുവിന്റെ വെല്ലുവിളി അവളെ ചോദിപ്പിച്ചു. തന്റെ ഇഷ്ടമില്ലാതെ വിവാഹം നടത്തുന്നുവെന്ന് കാണുമല്ലോ എന്ന വാശിയിലാണ് ദിയയും. ഫ്രണ്ട്സുമായി ഒരു കറക്കൊക്കെ കഴിഞ്ഞ് അർജുൻ വീട്ടിലെത്തിയപ്പോൾ ഉച്ചയായി. എത്തിയോ? നേരം വെളുത്തപ്പോൾ ഇവിടുന്ന് പോയതല്ലേ, എന്നിട്ട് കയറി വരുന്ന സമയം നോക്ക്. ഇന്നലെയല്ലേ നീ അവന്മാരുടെ കൂടെ കറങ്ങി ചുറ്റി വന്നത്? നേരം വെളുത്തപ്പോൾ പിന്നെയും പോയേക്കുന്നു. തിരികെ പോകുന്നത് വരെ ഇതൊരു സ്ഥിരം പരിപാടിയാക്കാനാണോ മോൻ്റെ ഉദ്ദേശം? അടിമ വാതിക്കലിൽ നിർത്തി തന്നെ മകനെ ചോദ്യം ചെയ്തു. 2 വർഷത്തിൽ കൂടി വന്നവനാണ്. ഭാര്യയും വീട്ടിലാക്കി കൂട്ടുകാരുടെ കൂടെ ഊര് തന്നെ നടക്കുന്നു. അടിമക്ക് കാര്യം വന്നിരുന്നു. രാവിലെ ഒരു ചായയും കുടിച്ചിട്ട് ഇറങ്ങി പോയതല്ലേ നീ? നിനക്ക് വേണ്ടതൊക്കെ വെച്ചുണ്ടാക്കി നോക്കിയത് ഞങ്ങൾ ആരായി? നിങ്ങൾ പോയി കഴിക്കും പിള്ളേരെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവനെ നോക്കിയിരിക്കേണ്ടെന്ന്. അടിമ മുഖം പൂർപ്പിച്ചു. അതോടെ മീരയും കൃതിയും പരസ്പരം നോക്കി. കുറെ ആയില്ലമ്മേ ഞങ്ങൾ ഒരുമിച്ചൊന്ന് കറങ്ങിയിട്ട്. തിരികെ പോകുമ്പോൾ എനിക്ക് ഓർത്തു വെക്കാൻ ഇങ്ങനെയുള്ള സന്തോഷങ്ങളല്ലേ ഉള്ളൂ. അവൻ്റെ ആ ചോദ്യം മീരക്ക് കൊള്ളേണ്ടത് തന്നെ കൊണ്ടു. നീ കഴിച്ചായിരുന്നോ? ഒന്ന് അമർത്തി മൂളി അവനെ സംശയത്തിലൊന്ന് നോക്കിയ ശേഷം അരുണിമ തിരക്കി.
അവനില്ലെന്ന് ചുമൽ കൂച്ചി. ഉച്ചയോട് ഒരുമിച്ചാവാന്ന് കരുതി അവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. എങ്കി വാ, ഒരുമിച്ചിരുന്ന് കഴിക്കാം. അതും പറഞ്ഞ് അരുണിമ അകത്തേക്ക് നടന്നു. പിന്നാലെ മീരയും കൃതിയും. അർജുൻ വന്ന് പ്രമാണിച്ച് രണ്ടാളും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മീര പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഓഫീസിലേക്ക് ഇല്ലെന്ന തീരുമാനത്തിലാണ്. അമ്മ എടുത്തു വെക്ക്, അപ്പോഴേക്ക് ഞാൻ ഈ വേഷക്കൊന്ന് മാറ്റി വരാം. അർജുൻ അതും പറഞ്ഞ് തൻ്റെ മുറിയിലേക്ക് പോയി. പിന്നാലെ ചെല്ലാനും എവിടെയായിരുന്നെന്ന് ചോദിക്കാനും ഒക്കെ തോന്നിയെങ്കിലും അതിനുള്ള അധികാരം താനായി നഷ്ടപ്പെടുത്തിയതോർക്ക് അവളുടെ മുഖവും നാനമായി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാണ് അർജുൻ തിരികെ വന്നത്. വേഷമൊക്കെ മാറി അവനൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. അവനെ കണ്ടതോ മീര പ്ലേറ്റ് എടുത്ത് വിളമ്പി തുടങ്ങി. അരുണിമ കുഞ്ഞൊരു ചിരിയോടെ മീരക്കും കൃതിക്കും തനിക്കുമുള്ള പ്ലേറ്റുകൾ നിരത്തി വിളമ്പി. അർജുൻ ചേറ് വലിച്ചിട്ടിരുന്നതും താൻ വിളമ്പി വെച്ചത് അവനടുത്തേക്ക് നിന്നുകൊണ്ട് അവൾ അവൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചു കൊടുത്തു. ശേഷം പെടങ്ങണിയുടെ കൃതിയെ നോക്കി. തനിക്കരികിൽ നിന്ന് തൻ്റെ കാര്യങ്ങൾ അവൾ ആദ്യമായി ശ്രദ്ധിക്കുന്നതിൻ്റെ ആനന്ദം മനസ്സിൽ അലതല്ലുന്നുണ്ടെങ്കിലും അതിസമർത്ഥമായി അവനുള്ളിൽ തന്നെ അത് ഒതുക്കി വെച്ചു. കൃതി ആക്കിയ ചിരിയോടെ കഴിക്കാനിരുന്നു. അരുണിമ മരുമകളുടെ പ്രവൃത്തിയിൽ മനസ്സ് നിറഞ്ഞ് ചിരിച്ചു. എന്തൊക്കെയോ ആശങ്കകൾ മനസ്സിനെ വീർപ്പുമുട്ടിക്കുന്നുണ്ടായിരുന്നു അവര്. അർജുനെ നോക്കി നിൽക്കുന്ന മരുമകളാണ് അരുണിമക്ക് ആശ്വാസം പകർന്നത്. അവന് വേണ്ടത് അവനെടുത്ത് കഴിച്ചോളൂ മീരെ, മോള് വന്നിരുന്ന് കഴിക്ക്. അവളുടെ ഒറ്റ നിൽപ്പ് കണ്ട് അരുണിമ വിളിച്ചു. അർജുൻ അതൊന്നും ശ്രദ്ധിക്കാതെ കഴിക്കുകയാണ്. മീരയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന്. അമ്മയോ കൃതിയോ വിളിക്കുമ്പോഴൊക്കെ തന്നെ നോക്കിയിരിക്കുന്ന ആളിന്ന് പെട്ടെന്ന് വന്ന മാറ്റം എന്തുകൊണ്ടാണെന്ന് മീരയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. സങ്കടം തോന്നിയപ്പോൾ അവനെ കണ്ണു കൂർപ്പിച്ചെന്ന് നോക്കി. എവിടുന്ന്? അവളുടെ ഭാഗത്തേക്ക് പോലും നോക്കുന്നില്ല. കുഞ്ഞൊരു വാശിയും ദേഷ്യമൊക്കെ തോന്നി അവൻ്റെ ഈ പ്രവൃത്തിയിൽ. പക്ഷെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? 2 വർഷത്തെ അവഗണനയുടെ കണക്ക് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞെന്നിരിക്കും. അപ്പോൾ ഉത്തരം മുട്ടി നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴത്തെ മൗനമാണല്ലോ. എങ്കിലും ഒരു സങ്കടം. നാളെ അവരെപ്പോൾ വരുമെന്നോ പറഞ്ഞേ. മീരയെ തീർത്തും അവഗണിച്ചുകൊണ്ട് അവൻ അമ്മയോട് ചോദിച്ചു. എന്തേ, നാളെയുണ്ടോ ഊരിത്തണ്ടല്? അരുണിമ ഗൗരവത്തിൽ തിരക്കി. ഇല്ലെൻ്റെ അമ്മേ, നമ്മുടെ മനോജനൊരു ആലോചന വന്നിട്ടുണ്ട്. പെണ്ണുകാണലിന് മുമ്പ് ആ കുട്ടിയുടെ ആങ്ങളമാർക്ക് ചെക്കനെ നേരിട്ടെന്ന് കണ്ട് ബോധ്യപ്പെടണമെന്ന്, എന്നിട്ട് മതി അങ്ങോട്ട് ചെന്ന് പെണ്ണിനെ കാണുന്നതെന്ന് അർജുൻ പറഞ്ഞു. അതിലിപ്പോൾ തെറ്റി പറയാൻ പറ്റില്ലടാ, അരുണിമ അഭിപ്രായപ്പെട്ടു. ആ, നാളെ രാവിലെ അവിടുന്ന് ആരൊക്കെയോ വരുന്നുണ്ട്, ഒന്ന് അവിടേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് അവൻ ചോദിച്ചു. ഞാൻ ഇവളുടെ കാര്യം പറഞ്ഞായിരുന്നു അവനോട്. അമ്മയും മകനും ചർച്ചയിലായതും മീര സങ്കടത്തോടെ അവനെ നോക്കി. അവൾ അടുക്കാൻ മനസ്സുകൊണ്ട് പാകപ്പെടുമ്പോൾ അവനായി അകന്നു പോകും പോലെ. ഇത്രയും നേരം അടുത്ത് വന്ന് നിന്നിട്ട് ഒന്ന് ഇരിക്കാനോ കഴിക്കാനോ പറയാൻ അമ്മക്ക് തോന്നിയിട്ടും മകന് തോന്നിയില്ല. എന്തിന് ശ്രദ്ധിക്കുന്നു പോലുമില്ല. മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് അവൾക്കറിയാം. അതോർത്തപ്പോൾ കുഞ്ഞൊരു വാശി. അവരുടെ ചർച്ചയ്ക്ക് ഭംഗം വരാതെ അവൾ അവിടുന്ന് തിരിഞ്ഞു നടന്നു. കഴിക്കാനൊരു മനസ്സൊന്നുമില്ല. എന്നാൽ തിരിഞ്ഞു നടക്കും മുന്നേ കയ്യിൽ പിടിവീണു. ഒപ്പം അവൻ തലചരിച്ച് നോക്കുകയും ചെയ്തു. അവൾക്ക് സന്തോഷം തോന്നിയെങ്കിലും പരിഭവത്തോടെ നോക്കിയവനെ. അവളോടൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ തൊട്ടടുത്തായി അവളെ പിടിച്ചിരുത്തി. അരുണിമ വിളമ്പി വെച്ച പ്ലേറ്റ് അവൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് അവൻ സംസാരം തുടങ്ങി. അരുണിമയുടെ മുഖത്ത് സന്തോഷമോ ആശ്വാസമോ അങ്ങനെ എന്തൊക്കെയോ ആണെങ്കിൽ കൃതി മീരയെ നോക്കി കണ്ണു കാണിച്ചു. നീ പോയിട്ട് വാ, അവര് നാളെ വൈകിട്ടേ വരത്തുള്ളൂന്നാ ബ്രോക്കർ പറഞ്ഞത്. പോകുമ്പോൾ മീരയും കൂടെ കൂട്ടിക്കോ. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് എങ്ങോട്ടും പോയിട്ടൊന്നുമില്ലല്ലോ. അരുണിമ പറയും മുന്നേ അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും അവൻ അലസമായെന്ന് മൂളുക മാത്രം ചെയ്തു. അത് മീരയെ ചെടിപ്പിച്ചു. അവളുടെ വീർത്ത മുഖവും ദേഷ്യമൊക്കെ കൺകോണിലൂടെ കണ്ട് അവൻ അതൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. 2 വർഷം കൊണ്ടുണ്ടായ മുറിവുകൾക്ക് മേലെ മഞ്ഞ് വീണ് തടുപ്പിക്കും പോലൊരു സുഖം അവൻ അറിഞ്ഞു. മധു, അവളോട് എടുത്തടിച്ചതുപോലെ ചോദിക്കാനൊന്നും നിൽക്കണ്ട. സമാധാനത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിയും. ചിലപ്പോൾ അയാളെ ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഒഴിവാക്കാൻ പറഞ്ഞതാവാം. വിഷൻ വന്ന നേരം തൊട്ട് മധു ഉറഞ്ഞു തുള്ളുകയാണ്. ദിയയുടെ പെരുമാറ്റമുണ്ടാക്കിയ അമർഷത്താൽ ആദിത്യനുടൻ തന്നെ ആ വിവരം ദിയയുടെ വീട്ടിലറിയിച്ചിരുന്നു. അന്നേരം തുടങ്ങിയ തുള്ളലാണ് മധുവിന്. താൻ നാടികൾക്ക് 40 വട്ടം പൊക്കി പറഞ്ഞ് നടക്കുന്ന തൻ്റെ മകൾ തങ്ങളറിയാതെ മറ്റൊരാളെ പ്രണയിക്കുന്നു എന്നറിഞ്ഞത് മധുവിന് ക്ഷീണമായി. ദിയയെ തല്ലും കൊല്ലുന്നൊക്കെ പറഞ്ഞാണ് നിൽപ്പ്. ദിയ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ആദിത്യന്. കണ്ടതും കേട്ടതുമൊക്കെ വെച്ച് നല്ലൊരു ആലോചനയായി തോന്നിയ മധുവിന് ഇത് നടത്തിയ തീരുന്ന വാശിയായി. തല്ലി പേടിപ്പിച്ചിട്ടായാലും ദിയയെ കല്യാണം കഴിപ്പിക്കുമെന്ന് ഉറച്ചുള്ള നിൽപ്പായിരുന്നു മധുവിൻ്റേത്. കാരണം നിലവിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി തീരെ മോശമായിരുന്നു. ദിയ വരുന്നതും കാത്ത് സിറ്റൗട്ടിൽ തന്നെ ഉലാത്തുകയാണ് മധു. വിഷൻ ഇവളിന് ദിയയെ കൊല്ലുമോ എന്ന ഭാവത്തിൽ ടെൻഷനോടെ കൂടിയുണ്ട്. 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 5:30 കഴിഞ്ഞു. കൃത്യമായി 5:45 ദിയ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്നത് കണ്ട് മധു സിറ്റൗട്ടിൽ നിന്ന് ചാടിയിറങ്ങി. ആസത്തെ, ഏതവന്റെ കൂടെ അഴിഞ്ഞാടാൻ പോയതാടി?
അവളുടെ കാരണത്തെ അടിച്ചുകൊണ്ട് മധു ചീറി. മധു! വിഷൻ ശാസനയോടെ വിളിച്ചുകൊണ്ട് മകളെ തനിക്കരികിലേക്ക് ചേർത്ത് നിർത്തി. ദിയ അത് പ്രതീക്ഷിച്ചിട്ടാവണം ദേഷ്യത്തോടെ അമ്മയെ നോക്കുന്നുണ്ട്. ഞെട്ടലൊന്നും മുഖത്തില്ല. നീ എന്തൊക്കെ വേണ്ടാതിനാടി ആ ആദിത്യനോട് പോയി പറഞ്ഞത്? നല്ലൊരു ബന്ധം കലക്കി കളയാൻ നോക്കിയതിൻ്റെ അമർഷം മുഴുവൻ ആവായിച്ച് മധു വീണ്ടും അവളെ തല്ലാനായി മുന്നോട്ട് നീങ്ങി. വിഷൻ മകൾക്കൊരു കവചമായി അവൾക്ക് മുന്നിൽ കയറി നിന്ന് മധുവിനെ തടഞ്ഞു. വേണ്ടാതിനൊന്നുമല്ല ഞാൻ പറഞ്ഞത്, സത്യ. എനിക്കൊരാളെ ഇഷ്ടം, അയാളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ദിയ ഭയമൊന്നും കൂടാതെ തുറന്നു പറഞ്ഞു. മധുവിന് ദേഷ്യം വന്നു. സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വിഷനെ തള്ളി മാറ്റി അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ചു. എന്ത് പറഞ്ഞടി? അങ്ങനെ നിന്റെ തനിഷ്ടത്തിന് ജീവിക്കാനല്ല ഞങ്ങൾ നിന്നെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയത്. കണ്ണേ പൊന്നെന്ന് പറഞ്ഞ് വളർത്തിയ ഒരുത്തൻ ആ വൃത്തികെട്ടവൾക്ക് വേണ്ടി ഞങ്ങൾ ഉപേക്ഷിച്ചു. അവന്റെ തനിഷ്ടത്തിന് പോയി. നിനക്ക് അങ്ങനെ പോകാമെന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അത് വ്യാമോഹമാ. ഞാൻ വളർത്തിയ മകൾ ഞാൻ പറയുന്നത് അനുസരിക്കൂ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കൂ. മധു തീർത്ത് പറഞ്ഞു. ദിയാമർശത്തോടെ മധുവിന്റെ കൈകൾ തട്ടിയെറിഞ്ഞു. അച്ഛാ, എനിക്കൊരു ഇഷ്ടമുണ്ട്. അവന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ ഒരു കല്യാണത്തെ പറ്റി ചിന്തിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അവന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവൻ സെറ്റിലാവുമ്പോൾ മാന്യമായിട്ട് ഇവിടെ വന്ന് പെണ്ണ് ചോദിക്കും. അത് നിങ്ങൾ എതിർത്താ ഞാൻ അവനോടൊപ്പം ഇറങ്ങി പോകും.